തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോരിനുറച്ച കൊച്ചി കോർപ്പറേഷനിലെ മുന്നണികൾ. വികസന നേട്ടം മുൻനിർത്തി ഭരണമുന്നണിയായ UDF മത്സരത്തിനിറങ്ങുമ്പോൾ ഭരണപാളിച്ചകൾ എണ്ണി പറഞ്ഞാണ് ഇടതുപക്ഷം രംഗത്തുള്ളത്. കോർപ്പറേഷനിൽ നിർണായക സ്വാധീനമാകാനാണ് BJPയുടെ തയ്യാറെടുപ്പ്. കൊച്ചി കോർപ്പറേഷനിൽ ആകെയുള്ള 74 സീറ്റിൽ 36 സീറ്റ് നേടിയതിന്റെ ബലത്തിലാണ് കോൺഗ്രസിലെ സൗമിനി ജെയിന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി ഭരണം നടത്തിയത്. 3 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടൊപ്പം 34 സീറ്റുകളാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. 2 സീറ്റുകളാണ് BJPക്ക് കോർപ്പറേഷനിലെ പങ്കാളിത്തം. അതേസമയം അടുത്ത മാസം 10-ാം തീയതി നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണ തുടർച്ച ഇത്തവണയും ഉണ്ടാകുമെന്ന് UDF ഭരണ നേതൃത്വം വിലയിരുത്തുന്നു. ഞങ്ങൾക്ക് ഭരണ തുടർച്ച ഉണ്ടാകും. എല്ലാ രീതിയിലും കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ കൂടുതൽ മികച്ച വിജയം നമുക്കുണ്ടാകുമെന്നുള്ള സംശയം. ഭരണപക്ഷത്തിന്റെ പിടിപ്പുകേട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞതായും അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും പ്രതിപക്ഷം കണക്കാക്കുന്നു. സാമ്പത്തിക ക്രമക്കേട്, വികസനം മുരടിപ്പ്, ചുരുക്കി പറഞ്ഞ 10 വർഷം കൊച്ചി നഗരത്തിലെയും സമീപ പ്രദേശത്തിലെയും വികസനം തടസ്സപ്പെട്ടു, വികസനം മുരടിച്ചു എന്നതാണ് പറയാൻ കഴിയും. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഫലം കൂടുതൽ ലഭിച്ചത് കൊച്ചി കോർപ്പറേഷനാണ്. ജനങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ച BJP ഈ തെരഞ്ഞെടുപ്പിൽ ഭരണനിർണയത്തിന്റെ ശക്തിയാകുമെന്ന വിലയിരുത്തലിലാണ് കൗൺസിൽ അംഗങ്ങൾ. മോദി ഗവൺമെന്റ് കൊച്ചി നഗരസഭയ്ക്ക് നൽകിയ നേട്ടങ്ങളാണ് കൊച്ചി നഗരസഭ ഈ ഇലക്ഷനെ ഭരണ നേട്ടങ്ങളായി കാണുന്നത്. ഇത്തവണ കൊച്ചി നഗരസഭ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതും BJP അംഗങ്ങൾ തന്നെയായിരിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. നഗരത്തിൽ പരിഹാരമില്ലാതെ തുടരുന്ന വെള്ളക്കെട്ടടക്കം ജനങ്ങൾ നേരിടുന്ന ദുരിതമായിരിക്കും രാഷ്ട്രീയത്തിനപ്പുറം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോവുക. ജനം, കൊച്ചി.